വാട്ട് ഈസ് മോഡലിംഗ് ഓർ അതെങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ, ആ ഒരു പ്രോസസ് ഐ വുഡ് സേ. വരുമ്പോൾ തന്നെ ഒരു സ്റ്റാർഡം ഉണ്ട്. ഷീ ഹാസ് ദറ്റ് സ്റ്റാർഡം ഇൻ ഹർ. ബട്ട് 2 hours ഒക്കെ നമുക്ക് ഉറങ്ങാൻ പോലും ചിലപ്പം കിട്ടൂല. നമുക്ക് ഹേർട്ട് ആവും. ബിക്കോസ് നമ്മൾ ഇങ്ങനെയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ല. യു നീഡ് ടു ബി എ പ്രൊഫഷണൽ. നല്ല റോളാണെങ്കിൽ ഐ വിൽ ഗിവ് ഇറ്റ് എ ഷോട്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശിഖയാണ്. ഡോക്ടർ ശിഖ ലീഡിംഗ് മോഡലാണ്. മലയാളം മൂവീസൊക്കെ ചെയ്ത് ഇനി മലയാളത്തിൻ്റെ വാഗ്ദാനമായി ഒരു അപ്കമിങ് ആക്ട്രസ് ആണ്. അപ്പോൾ ശിഖ, വെൽക്കം ടു ഫിലിം കാസ്റ്റ്. താങ്ക് യു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത മൂവി അനന്തപുരം ഡയറീസ് ആണ് അല്ലേ? അപ്പോൾ അതിൽ ലെജൻഡറി ആക്ട്രസ് മീന ചേച്ചിയുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ വന്നത് അതിലാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു മീന ചേച്ചിയോടുള്ള എക്സ്പീരിയൻസ്? ഫസ്റ്റ് മൂവിയാണ്. അപ്പം എന്താ പറയുക, ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ മലയാളമായാലും തമിഴായാലും ഏത് ഇൻഡസ്ട്രിയിലും ലീഡിങ് ആർട്ടിസ്റ്റുകളുടെ കൂടെ മാത്രം വർക്ക് ചെയ്തൊരു ആക്ട്രസ് ആണ്. ഇപ്പം രജനികാന്ത് സർ, കമൽഹാസൻ സർ, മമ്മൂക്ക, ലാലേട്ടൻ, അവരൊക്കെ കൂടെ മാത്രം അഭിനയിച്ച് വന്നൊരു ആർട്ടിസ്റ്റ്. അപ്പം എൻ്റെ ഫസ്റ്റ് മൂവി അങ്ങനെ ഒരു ലെജൻഡറി ആക്ട്രസിൻ്റെ കൂടെ ആവാന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് സൂപ്പർ എക്സൈറ്റഡ്. കാരണം കുറേ റീസൺസ് ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് മൂവിയിലാണ് ഇങ്ങനെ ഒരു വലിയൊരു കാസ്റ്റിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നത്. 2, അങ്ങനെ ഒരു കാസ്റ്റിനോട് ചെയ്യുമ്പോൾ ആസ് എ ബിഗിനർ യു ഗെറ്റ് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ എനിക്കിതൊരു വലിയൊരു വർക്ക് ഷോപ്പ് ആയിരുന്നു. ലൈക്ക് എവറി ഡേ നമ്മൾ സെറ്റ് പോയിട്ട് ഇപ്പം മീന മാം ആയിട്ടായാലും ബാക്കി നമ്മൾ മൂവിയിലുണ്ടായിരുന്ന ഏതൊരു കാസ്റ്റായിട്ട് നമുക്കൊരു കോമ്പിനേഷൻ സീൻ വരുമ്പം ഐ സിറ്റ് ആൻഡ് വാച്ച് ദം. സോ ദാറ്റ് എനിക്കതൊരു ലെസൺ ആണ്. അപ്പം ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് മീന മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. ഭയങ്കര ഒരു കുട്ടിത്തുള്ള ഒരാളാണ്. നമ്മളെ സ്ക്രീനിൽ കാണുന്ന അതേ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ആ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യുന്നൊരു ആക്ട്രസ് ആണ്. വരുമ്പോൾ തന്നെ ഒരു സ്റ്റാർഡം ഉണ്ട്. ഷീ ഹാസ് ദറ്റ് സ്റ്റാർഡം ഇൻ ഹർ. ബട്ട് അതൊരു ഹംബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഷീ പോർട്രേസ് ഇറ്റ്. അപ്പം വെരി സ്വീറ്റ്. ആൻഡ് ആള് സത്യം പറഞ്ഞാൽ ഒരു കട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ പോയിട്ട് ഫ്രൂട്ട് നീഞ്ചൊക്കെ കളിച്ചിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ചേച്ചിനെ കുറിച്ച് പറയുമ്പോൾ ശിഖ ഭയങ്കര വാചാലയാവുക. സോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് മീന ചേച്ചി മാത്രമല്ല, ശ്രീകാന്ത് സാറും ചെയ്തിട്ടുണ്ട്. സോ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, നമ്മളെ കാസ്റ്റ് എന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് സാർ, മനോജ് കെ ജയൻ ചേട്ടൻ, എല്ലാവരും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എവ്രി വൺ ഇസ് എ ഡിഫറെൻറ്റ്. ഈച്ച് വൺ വാസ് എ ചാപ്റ്റർ ഫോർ മീ. ലൈക്ക് ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈൽ ഓഫ് ആക്ടിങ് അല്ലെങ്കിൽ ഓരോ രീതി ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഓരോ കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റിയത്. അപ്പം ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട് ആസ് എ ബിഗിനർ. ഓക്കെ, ഇതിപ്പോ മമ്മൂക്കനെ പോലെ തന്നെ പ്രായമാകാത്ത ഒരാളാണ് മനോജ് ചേട്ടൻ. സോ എങ്ങനെയാണ് കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു മനോജ് ചേട്ടന്റെ കൂടെ? കോമ്പിനേഷൻ സീൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു നമുക്ക് എനിക്ക് മനോജ് ചേട്ടനായിട്ട് ഒരു 1 day ഷൂട്ട് ചെയ്തിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ദിവസം മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ ഇത് പറഞ്ഞ പോലെ ലൈക്ക് എന്താ പറയാ, ഐ ഡോണ്ട് തിങ്ക് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കീപ്പപ്പ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഒരു പെർഫെക്റ്റ് ഫിസിക്കായിട്ടായാലും ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത് ഇസ് ബിയോണ്ട് വേർഡ്സ്. നമുക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഈവൻ കമൻറ്റ് ഓൺ ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ബിയോണ്ട് വേർഡ്സ്. അടിപൊളിയല്ല ആളെ കാണാൻ. ഐ എം എ ഫാൻ ഓഫ് ഹിസ് ആക്ടിങ് ഓൾസോ. കാരണം ഭയങ്കര ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ്. എൻ്റെ മനസ്സിൽ എന്നും നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അനന്തഭദ്രത്തിലെ ദിഗംബരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. കാരണം അത് ഒരു ഹൊറർ അല്ലാതെ നമ്മളെ മനസ്സിൽ ഫിയർ ഇൻസ്റ്റിൽ ചെയ്തൊരു ക്യാരക്ടർ. അപ്പം ദാറ്റ് വാസ് ലൈക്ക് റിയലി എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മനോജ് ചേട്ടൻ്റെ ഒരു മൂവി. അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാം മൂവി കാരണം ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യണം. ഇപ്പൊ സീനിയേഴ്സ് എന്ന് പറഞ്ഞൊരു മൂവി, മനോജ് ചേട്ടൻ്റെ സീനിയേഴ്സ്, അതും ദിഗംബരൻ എന്ന് വെച്ചാൽ നോർത്ത് ആൻഡ് സൗത്ത് ക്യാരക്ടർ. പക്ഷെ സീനിയേഴ്സിൽ നമ്മൾ ചിരിച്ചു മരിക്കും ആളുടെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ അതല്ലേ. അതിന്റെ നേരെ വേറെ എൻഡാണ്, വേറൊരു എക്സ്ട്രീമാണ് ദിഗംബരൻ. അപ്പം ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് എന്ന് പറയാൻ അത്രയും വേഴ്സിറ്റാലിറ്റി. ആബ്സല്യൂട്ട്ലി. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഒരു ആക്ടിങ് സ്കില്ലിൽ വരണേ യു നീഡ് ടു ബി എ വെരി ഗുഡ് വേഴ്സറ്റൈൽ ആക്ടർ. ആൻഡ് ഹീ ഈസ് ലൈക്ക് എ ബോൺ ടാലന്റ് ഐ ബിലീവ്. സോ ആളെ കാണാനായാലും ആളുടെ വോയിസ് ആയാലും അതിൻ്റെ ലുക്സ് ആയാലും ആക്ടിങ് ആയാലും ഹീസ് എൻ ഓൾറൗണ്ട് ഐ വുഡ് ബി. ആൻഡ് ഹീ സിങ്സ്. ഹീസ് എ സിംഗർ, റൈറ്റ്? അമേസിംഗ് സിംഗർ. അതാണ്. അപ്പം ഒരു പാക്കേജ് ആണ് മനോജ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ.
സോ ഇതൊരു എന്താ പറയുക ഡ്രീം കം ട്രൂ മൊമെന്റ് ആയിരുന്നിരിക്കും ആ ഒരു സിനിമ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ജേർണിനെ കുറിച്ച് പറയുമ്പോൾ എന്താ ഡോക്ടറാണ്, ഡെന്റൽ സർജൻ ആണ്, അപ്പം ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി ഇതിലേക്കൊക്കെ വരുമ്പോൾ ഹൗ വാസ് ദാറ്റ് ജേർണി? സോ ബേസിക്കലി സിൻസ് ചൈൽഡ്ഹുഡ് എൻ്റെ വീട്ടുകാർക്കായാലും എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ വീട്ടുകാർക്കാണ് സപ്പോർട്ട്. അതേ വാണ്ടഡ് മീ ടു ബി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടാവണം എന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഞാൻ ഒരു ഡോക്ടർ ആവണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പോയിന്റ് എത്തിയപ്പോൾ ദേ വെയിറ്റിംഗ്, ഇത് തന്നെ ഇവള് ചൂസ് ചെയ്യോ ഇല്ലയോ. ആൻഡ് ഞാൻ ആ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്കും ഡോക്ടർ ആവണം എന്നുണ്ടായിരുന്നു, എനിക്കും ആർട്ടിസ്റ്റ് ആവണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ വെരി ഹാപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ദിസ് ഇൻഡസ്ട്രി വാസ് ഞാൻ ഡാൻസ്, ഐ എം എ പ്രൊഫഷണൽ ഡാൻസർ. അപ്പം ഞാൻ എന്നെ അവർ ഡാൻസിന് വിട്ടു. ഐ ഗോട്ട് ട്രെയിൻഡ് ഇൻ ബോത്ത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഡാൻസ്. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ എത്തിയപ്പോഴാണ് ഐ ഗോട്ട് ഇൻ ടു മോഡലിംഗ്. അത് മിസ് കേരളയിൽ കയറിയപ്പോഴായിരുന്നു മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ദാറ്റ് വാസ് മൈ സെക്കൻഡ് ഫേസ്. സോ ഫസ്റ്റ് ഫേസ് വാസ് ഡാൻസ്, സെക്കൻഡ് ഫേസ് മോഡലിംഗ്. ആൻഡ് മോഡലിംഗിൽ ഷൂട്ട്, അതിലൊരു ആഡ് ഷൂട്ട് കണ്ടിട്ടാണ് എനിക്ക് ഇതിലോട്ട് കാസ്റ്റിംഗ് കോൾ വന്നത്. സോ ദർ വാസ് നോ ഓഡിഷൻ എനിത്തിങ്. യാ താങ്ക്ഫുള്ളി, ഐ ഡോണ്ട് നോ എന്തോ അതെനിക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. എൻ്റെ ഒരു ആഡ് ഷൂട്ട് കണ്ടിട്ട് അവർക്ക് ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റായി തോന്നി എന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചത്. നമുക്ക് വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു, ബട്ട് നോ ഓഡിഷൻ ആസ് സച്ച്. വി വർ കാസ്റ്റഡ്. ഒരു മൂവി ഡയലോഗ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർമ്മ വരുന്ന ഒരു മൂവി ഡയലോഗ് പറഞ്ഞാൽ ഏതായിരിക്കും? ഇഷ്ടപ്പെട്ട മൂവീസ് കുറേ ഉണ്ട്, ലോഡ് മൂവി. പക്ഷെ ഡയലോഗ് മണിച്ചിത്രത്താഴിലെ നമ്മുടെ ശോഭന മാം ചെയ്ത ക്യാരക്ടറിന്റെ ആ ഒരു മൂവിയിലെ എല്ലാ ഡയലോഗ്സും, അല്ലെങ്കിൽ ആ നകുലേട്ടാന്ന് വിളിക്കുന്ന ഒരു സംഭവമില്ലേ, അത് എനിക്ക് എക്സാക്ട്ലി അതന്നെ. ആ ബെഡ് പൊക്കിയിട്ട് ആ ഒരു ഷോട്ട്, അല്ലെങ്കിൽ ആ സമയത്തുള്ള ശോഭന മാമിന്റെ ആ ഒരു വേഴ്സറ്റൈൽ ആക്ടിങ്, അല്ലെങ്കിൽ ആ ഒരു അത് ഐ ഡോണ്ട് തിങ്ക് എനിവൺ വിൽ ഫർഗെറ്റ്. ഓക്കെ, ഈ ചോദ്യം ചോദിച്ചു ലൈക്ക് ഇങ്ങനെ ഒരു ആൻസർ വന്നതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പം മലയാളം ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ലൈക്ക് കൂടുതലും കാണുന്നത് മൂവീസ് അതായിരിക്കും. സോ അതിൽ നോക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേര് ഏതൊരു കോംബോ ആയിരിക്കും ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്? ഒരു മൂവിയിലെ ഒരു കോംബോ. എനിക്കൊരു ഒരു മൂവി എന്നല്ല, ഐ തിങ്ക് നമ്മളെ ലാലേട്ടനും ശോഭന മാമും ചെയ്ത എല്ലാ മൂവീസും, എസ്പെഷ്യലി എന്നോടൊരു പെർട്ടിക്കുലർ മൂവി പറയാൻ പറഞ്ഞാൽ തേന്മാവിൻ കൊമ്പത്ത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ബട്ട് അതർവൈസ് അവർ രണ്ടുപേരും ചെയ്ത ഏതായാലും ഇന്നാരം കുറേ, എനിക്കൊന്നു അവർ രണ്ടുപേരും കോമ്പിനേഷനായിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരെ രണ്ടുപേരും സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ തിങ്ക് ദേ ഡൂയിങ് എ മൂവി നൗ. ഐ എം ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഷൂട്ട് നടക്കുന്നുണ്ട് തോന്നിയ. സോ ഇനി ഒരു സെലിബ്രിറ്റി ക്രഷ് ആരാന്ന് ചോദിച്ചാൽ ആരായിരിക്കും? I think always it will be Asif Ali. Asif ആണ് എൻ്റെ ഒരു സെലിബ്രിറ്റി ക്രഷ്. മോർ ദൻ സെലിബ്രിറ്റി ക്രഷ്, ഐ തിങ്ക് ഹിസ് പേഴ്സോണ, ആളുടെ ഇൻ്റർവ്യൂസ് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പം എനിക്ക് ദ വേ ഹി ടോക്സ്, അല്ലെങ്കിൽ ദ വേ ഹി ആൻസേഴ്സ്, പിന്നെ ആളുടെ ആക്ടിങ് സ്കിൽസ് ആയാലും ആൻഡ് ദ ഹോൾ ചാം ദാറ്റ് ഹി ക്യാരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിട്ടുണ്ടോ? ഐ ഹാവ് മെറ്റ് ഹിം ഇൻ പേഴ്സൺ. ഞാൻ കണ്ടിട്ടുണ്ട്. വി ഹാവ് ക്ലിക്ക് ഫോട്ടോസ് ഓൾസോ. പക്ഷേ അത് എൻ്റെ ഒരു ബിഗിനിങ് മോഡലിംഗ് സ്റ്റേജിൻ്റെ ടൈമിലായിരുന്നു. സോ after that also kandu, but we didn't get to interact or anything. അപ്പം hopefully let's see. ചൈൽഡ്ഹുഡ് ക്രഷ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരാളാരായിരിക്കും? ചൈൽഡ്ഹുഡ് ക്രഷ് സെലിബ്രിറ്റി അല്ല, അല്ലാതെയോ? അല്ലാതെ ചൈൽഡ്ഹുഡ് സ്കൂളിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് എനിക്ക് ഓർമ്മ തന്നെ ഇല്ല സത്യം പറഞ്ഞാൽ. ചൈൽഡ്ഹുഡ് ക്രഷ് നമുക്ക് എന്നും ചൈൽഡ്ഹുഡ് ക്രഷ് എന്ന് ഇപ്പോൾ ചോദിച്ചാലും നമ്മൾ എപ്പോഴും ഒരു സെലിബ്രിറ്റി തന്നെയായിരിക്കും നമ്മൾ അഡോർ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ ഫാൻറ്റസൈസ് ചെയ്യുന്നതൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വരുന്നൊരു ക്രഷ് അതാരായിരിക്കും? എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഹൃതിക് റോഷൻ ആയിരിക്കും ആളിറങ്ങിയ സമയത്ത്, എസ്പെഷ്യലി ബിക്കോസ് ആ സെലിബ്രിറ്റിനെ ആയിരുന്നു തോന്നുന്നു. ലൈക്ക് ഐ വാസ് സേയിങ്, ഞാനൊരു മൂവി ബഫ് ആയതുകൊണ്ട് എൻ്റെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് മൂവീസ് കാണാൻ അല്ലെങ്കിൽ ഡാൻസ് കാണാൻ. അപ്പം ആ ടൈമിൽ വെൻ ഐ വാസ് സ്മോൾ, വെൻ ഐ വാസ് എ കിഡ്, നമുക്ക് ഡാൻസ് എത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഹൃതിക് റോഷൻ്റെ ആ ഒരു ടൈമിൽ ഹീസ് എ ബിഗ് ടൈം ഡാൻസർ റൈറ്റ്. അപ്പം അങ്ങനെ ആളുടെ ഡാൻസ് കണ്ട് ഭയങ്കര ഫാനായിട്ട്. ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. പാട്ട് പാടുമോ? പാട്ട് പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് 3-4 വർഷം പഠിച്ചിട്ടുണ്ട്. ഐ കുഡൻ കണ്ടിന്യൂ ബിക്കോസ് മൈ സ്റ്റഡീസ്, അതൊക്കെ പഠിത്തം കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ 3-4 വർഷം നോ ഞാൻ എന്നോട് പാട്ട് മാത്രം പാടാൻ. ഇനിയിപ്പോൾ അതിലേക്കാണ് അവസരങ്ങൾ വരിക എന്ന് പറയാൻ. ഓൾറെഡി ശിഖ മോഡലാണ്, മൂവി ആക്ടിങ് ഓൾറെഡി പാഷനാണ്, അതിന് അവസരം കിട്ടി. ഇനിയിപ്പോൾ ഡാൻസർ ആണ്, ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ പാട്ട് പാടാൻ അറിയാമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പാട്ട് പാടിയ ചിലപ്പോൾ എനിക്ക് വരുന്ന ബാക്കി ചാൻസ് ഒക്കെ ചിലപ്പോൾ. ശിഖ ഇപ്പോൾ ശിഖ എത്തി നിൽക്കുന്നത് ശരിക്കും ഭയങ്കര കോമ്പറ്റീഷൻ ഒരു ഫീൽഡിലാണ്. ആൻഡ് ഫേസിൻ്റെ ബ്യൂട്ടി പോലെ തന്നെയാണ് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹൗ ഡു യു മെയിൻറ്റെയിൻ? ഡയറ്റാണോ അല്ലെങ്കിൽ ജിമ്മാണോ?
ഓക്കെ, സോ ഞാൻ ഡയറ്റും ചെയ്യാറില്ല. ഇത് പറയുമ്പോൾ പ്ലീസ് ഡു ബിലീവ് മീ, ബിക്കോസ് ഞാൻ ഡയറ്റ് ചെയ്യാൻ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ട് ചോദിക്കുകയാണെങ്കിൽ ഉള്ള ആൻസറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഐ ഡോണ്ട് ഡയറ്റ്. ഞാൻ എന്താ പറയുക, ഒരു വർക്കൗട്ട് സെഷൻസിനോ ജിമ്മിലോ ഐ ഡോണ്ട് ഹിറ്റ് ദ ജിം, ഒന്നും ചെയ്യാറില്ല. ഞാൻ ഇൻഫാക്ട് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഹാബിറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ കഴിക്കും. എനിക്ക് മിഡ് നൈറ്റ് ക്രേവിങ്സും, ഞാൻ 3 മണിക്ക് എണീറ്റ് ഓർഡർ ചെയ്യുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ ഐ തിങ്ക് ട്രിവാൻഡ്രത്തെ സ്വിഗ്ഗി ചേട്ടന്മാരൊക്കെ ഇപ്പം എന്നെ കാണുമ്പോൾ ഹൈ പറഞ്ഞിട്ടാണ് പോവുക. ഞാൻ അത്രയും എന്താ പറയുക, അൺഹെൽത്തി എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഐ ഈറ്റ് എ ലോട്ട്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഫുഡിയാണ്. കുറേ അമൗണ്ട് കഴിക്കും നല്ല പറയണത്, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര അത് ആസ്വദിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റീസെൻ്റ്ലി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഞാനൊരു ഹോട്ടലിലിരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ കഴിക്കുന്ന ഞാനിങ്ങനെ എല്ലാം കുഴച്ച് നല്ല വൃത്തിയിൽ ആസ്വദിച്ചാണല്ലോ കഴിക്കുക. അപ്പം അത് കണ്ട് ഒരു ഫാമിലി ആണോ ആരാന്നറിയില്ല, ദേവൻ്റെ നാസ് ആ കുട്ടി കഴിക്കുന്ന എന്താ അത് തന്നെ നമുക്ക് വേണം എന്ന് പോയി പറഞ്ഞിട്ടുണ്ട്. അതെന്താ ഐറ്റം എന്ന് പോലും അറിയാതെ. അപ്പം ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ ഇപ്പോൾ ഷവർമ കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചേട്ടാ എക്സ്ട്രാ മയോണൈസ് ഇടണേ എന്ന് പറയുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിക്കിൾ, അങ്ങനെ ഭയങ്കര അൺഹെൽത്തി ഹാബിറ്റാണ്. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഓവർ വെയ്റ്റ് ആയാലും അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റ് ആയാലും അല്ലെങ്കിൽ വാട്ട് എവർ യുവർ ഫിസിക് ഇസ്, ആസ് ഫാർ ആസ് യുവർ ഹെൽത്തി, ആസ് ഇൻ നമ്മളെ ഹെൽത്ത് വൈസ് നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഡിസീസസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. ഇഫ് യു ആർ ഹാപ്പി ഇൻ യുവർ സ്കിൻ ദെൻ ദാറ്റ്സ് ഫൈൻ. ബട്ട് ഒബ്വിയസ്ലി ഇപ്പം നമ്മൾ ചിലർക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ ഫുഡ് ഹാബിറ്റ്സ് എഫക്റ്റ് ആണെന്നില്ല. അപ്പോൾ ചിലർക്ക് അതൊരു റോങ് നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ യു നീഡ് ടു വർക്ക് ഔട്ട്, അല്ലെങ്കിൽ യു നീഡ് ടു ടേക്ക് എ മെഡിക്കൽ കൺസൾട്ടേഷൻ, അതൊക്കെ ഉണ്ട്. ബട്ട് എൻ്റെ ടച്ച് വുഡ്, എനിക്കിപ്പം ഞാൻ ഹെൽത്ത് വൈസ് നോക്കിയപ്പോഴും ദൈവം സഹായിച്ച് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഐ ഹോപ്പ് എനിക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റണമെന്ന്. ഞാൻ കാരണം കുറേ ഹോട്ടൽസ് ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ഫുഡ് ഹോപ്പ്ഫുള്ളി. ഓക്കെ, പിന്നെ ശിഖനെ കാണുമ്പോൾ ആരെങ്കിലും പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ശിഖനെ കാണുമ്പോഴൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് സംവേർ മീര ജാസ്മിൻ്റെ ഒരു ഫീൽ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ലോഹിദാസ് സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസും അതുപോലെ തന്നെ സ്മൈലും. ശിഖനെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് മീര ജാസ്മിൻ്റെ സ്മൈലും ഭയങ്കര ബ്യൂട്ടിഫുൾ സ്മൈലാണ്. അപ്പോൾ മീര ജാസ്മിൻ മലയാളത്തിൽ വന്നു, നല്ല നല്ല മൂവികൾ ചെയ്തു, വേഗം തന്നെ അന്യഭാഷകളിലേക്ക് അക്സെപ്റ്റൻസ് കിട്ടിയ നടിയാണ്. സോ ശിഖനെ സംബന്ധിച്ച് ശിഖ വാട്ട് ഈസ് യുവർ പ്ലാൻ? മലയാളത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണോ, അതല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോണത് അന്യഭാഷ സിനിമകളിലേക്കായിരിക്കുമോ? എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പം നമ്മളത് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടല്ല, അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയല്ല എൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നത്. ഫോർ മീ മൂവി ഈസ് ആർട്ട് അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷനാണ്. അപ്പം അത് ഏതൊരു ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും നല്ലൊരു പൊട്ടൻഷ്യൽ കാണിക്കാൻ പറ്റുന്നൊരു ക്യാരക്ടർ വന്നാൽ എനിക്ക് ചെയ്യണം എന്നുണ്ട്. ദാറ്റ് ഈസ് അഗെയിൻ ഒരു ലാംഗ്വേജ് ബാരിയർ ആയിട്ടല്ല, അത് ഏത് ലാംഗ്വേജിലും എനിക്ക് ആസ് എ പേഴ്സൺ, ആസ് എൻ ആർട്ടിസ്റ്റ് പൊട്ടൻഷ്യൽ കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഏതൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊരു ലാംഗ്വേജിൽ നിന്ന് വന്നാലും ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഇറ്റ് എ ഷോട്ട്. അത് സക്സസ്ഫുൾ ആവില്ല ഒന്നും നമുക്ക് ഇപ്പം ഒബ്വിയസ്ലി വി കൻ നോട്ട് പ്രെഡിക്റ്റ്, ബട്ട് എനിക്ക് പേഴ്സണലി ദാറ്റ് ഈസ് മൈ ഇൻറ്റൻഷൻ, ബിക്കോസ് ഐ കൺസിഡർ മൂവി ആസ് സച്ച് വിത്തൗട്ട് ലാംഗ്വേജ് ബാരിയർ ഒരു ആർട്ട് ഫോം. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അത് ഏത് ലാംഗ്വേജ് ആയാലും ഐ എം റെഡി ടു ഡു. സോ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. ആൻഡ് അനന്തപുരം ഡയറീസിൽ ശിഖയുടെ പേരായിട്ട് വന്നത് റോഷൻ ആയിരുന്നു അല്ലേ? സോ റോഷൻ്റെ കൂടെയുള്ള ഒരു ബെസ്റ്റ് മെമ്മറി ചോദിച്ചാൽ ഒരു 2 മെമ്മറി ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്? പെട്ടെന്ന് ഓർമ്മിക്കാന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് ഞാനൊരു ആ ക്വസ്റ്റ്യനെ ഒന്ന് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ വോട്ട് ഐ വുഡ് സേസ്, ഞങ്ങൾ എല്ലാവരും ഏകദേശം ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്നു. അതൊരു കോളേജ് ബേസ്ഡ് സ്റ്റോറിയും കൂടി ആയിരുന്നല്ലോ, ഒരു ലോ കോളേജ് ബേസ്ഡ് സ്റ്റോറിയാണ്. അപ്പം നമുക്ക് എവറി ഡേ വാസ് എ മെമ്മറി. ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, നമ്മൾ ഈ കോളേജിൽ പോകുന്ന എഫക്റ്റ്, രാവിലെ എണീക്കുക, ഡ്രസ്സ് ചെയ്യുക, കോളേജിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക, ഇതായിരുന്നു ഞങ്ങളുടെ ഫുൾ സെറ്റിലെ ഒരു വൈബ്. അപ്പം എവറി ഡേ വാസ് വെരി നൈസ്. ഞങ്ങളെ ഒരു ഓർക്കുന്ന മെമ്മറി എന്ന് വെച്ചാൽ നമ്മളെ കൊറിയോഗ്രാഫർ ബാബ ഭാസ്കർ സാർ ആയിരുന്നു, തമിഴ് ഇൻഡസ്ട്രിയിലെ പേര് കേട്ട ലൈക്ക് അമേസിങ് കൊറിയോഗ്രാഫർ. അപ്പം ആള് ഭയങ്കര ലൗഡാണ്. അപ്പോൾ ആള് ആൻഡ് വി വർ ഓൾ ഡാൻസേഴ്സ് ഇൻ ദ മൂവിയിൽ. ഇപ്പോൾ റോഷൻ ഡാൻസറാണ്, ഐ വാസ് എ ഡാൻസർ, അഭിഷേക് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, നിഖിൽ, ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കൊരു ബേസ് ഡാൻസ് വാസ് ഓൾവേസ് ദെയർ. അപ്പം നമുക്കെല്ലാവർക്കും ബാബ ഭാസ്കർ സാർ ഭയങ്കര സന്തോഷം, ബിക്കോസ് ഹീസ് എ ലെജൻഡ്. അപ്പോൾ ഡാൻസേഴ്സിന്
പേഴ്സൺ അല്ലെങ്കിൽ ഡാൻസ് പഠിച്ച ഒരാൾക്ക് അങ്ങനെ അത് കണ്ട് വളർന്ന കൊറിയോഗ്രാഫീസ് കണ്ട് വളർന്ന ആൾക്കാർക്ക് ബാബ ഭാസ്കർ സർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഗോഡ് ടു അസ്. അപ്പം നമുക്ക് ആ ഫസ്റ്റ് മൂവി തന്നെ അറ്റ്ലീസ്റ്റ് ഫോർ മീ ഓർ മെനി അതേഴ്സ് ഇൻ ദ മൂവി വർക്കിംഗ് വിത്ത് ഹിം വാസ് എ ഗ്രേറ്റ് തിങ്. അപ്പം ആൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഭാസ്കർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു സാർ. അപ്പം നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ടൈം വാസ് എ വെരി നൈസ് മെമ്മറി. ആർക്കാ ഇന്ന് ചീത്തയേക്കാന്നുള്ള ഇതിലാണ് ഞങ്ങളെല്ലാവരും പോവുക. അതൊക്കെ ഒരു സ്റ്റെപ്പ് തെച്ചിട്ടെങ്കിൽ അപ്പം തന്നെ ചീത്ത പറയും. അപ്പം അത് ദാറ്റ് ഈസ് ഓൾവേസ് ഇൻഫാക്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എവറി ഡേ വാസ് എ മെമ്മറി ബിക്കോസ് ഫസ്റ്റ് മൂവി അല്ലേ. അപ്പം നമുക്ക് എല്ലാ ഡേയും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂമെന്റ് ആയിരുന്നു. കുറേ ആളുകൾ ഈ സ്മൈൽ കറക്ഷൻ പോലുള്ള, കാരണം നമ്മുടെ ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്മൈൽ കറക്ഷൻ. സോ എന്താണ്, എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റുക? ഓക്കെ, സോ ഞാൻ ഇപ്പം ആക്ച്വലി എൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് പറയാം ഞാൻ ഫസ്റ്റ്, എന്നിട്ട് ഐ ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഐ ബിലീവ് ഇഫ് യു ഹാപ്പി ഇൻ യുവർ സ്കിൻ, നമ്മളെ എന്തായാലും നമ്മൾ സ്മൈലായാലും നമ്മളെ ലുക്സ് ആയാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് എവർ യുവർ ഇഫ് യു ഹാപ്പി ഇൻ ഇറ്റ്, പിന്നെ നമ്മളത് ഫെർദർ ആയിട്ടൊന്നും ചെയ്യേണ്ട. ബട്ട് ഇപ്പോഴത്തെ കാലത്ത് നൺ ഓഫ് us are satisfied with how we look or how we do anything അല്ലേ. അപ്പം നമ്മളിങ്ങനെ പ്രൊസീജിയേഴ്സ് ചെയ്യും. ദാറ്റ്സ് നോട്ട് റോങ് ബിക്കോസ് ഇപ്പം നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. ഇറ്റ്സ് യോർ കോൾ, യോർ ബോഡി യോർ കോൾ. അപ്പം അതിലിപ്പോൾ സ്മൈൽ കറക്ഷനിലോട്ട് വരികയാണെങ്കിൽ ഐ ഓൾവേസ് ഇല്ല, ഇപ്പം നമുക്കൊരു 32 ടീത്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചാൽ അത് പെർഫെക്റ്റ് സ്മൈൽ ആവില്ല, അല്ലെങ്കിൽ ആവണം എന്നില്ല, അല്ലെങ്കിൽ അത് ഒരാൾക്ക് ചേരണം എന്നില്ല. മേ ബി അവർക്കുള്ള ഒരു ട്വിസ്റ്റഡ് ടീത്ത് ആയാലോ അല്ലെങ്കിൽ നമ്മളുടെ ഷാർപ്പ് കനൈൻസോ ദാറ്റ് മൈറ്റ് ആഡ് ബ്യൂട്ടി ടു ദിയർ സ്മൈൽ. ഇപ്പോൾ ഓരോരുത്തർക്കൊരു നമ്മൾ പറയില്ല ഇന്ന ആളുടെ ചിരി നല്ല ഭംഗിയുണ്ടെന്ന് പറയും. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഭാവന ചേച്ചീൻ്റെ ലൈക്ക് ഇഫ് ഷീ സ്മൈൽസ്, ഒരു കുട്ടിത്തുണ്ട് ആളുടെ അതിന്. അതെന്ന് വെച്ചാൽ ഷീ ഹാസ് ഒരു ടൂത്ത് ഇങ്ങനെ ഷാർപ്പാണ് രണ്ട് സൈഡിൽ, പക്ഷെ ദാറ്റ് ഈസ് വാട്ട് ആഡ്സ് ടു ഹർ ബ്യൂട്ടി. ആ സ്മൈലിൻ്റെ ഒരു ബ്യൂട്ടി അതാണ്. അങ്ങനെ നമ്മളുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കുറേ പേരുണ്ട് അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് സ്മൈൽ ഭയങ്കര ഭംഗിയുടെ, പക്ഷെ അവരുടെ ഒക്കെ ഇഫ് യു ലുക്ക് അത് 32 കറക്റ്റായിട്ട് അലൈൻഡ് ആയിട്ട് ആവണം എന്നില്ല. കുറേ വർഷങ്ങളായിട്ട് മോഡലിംഗ് ഫീൽഡിലും അതുപോലെ ആഡ്സും ഒക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഒരുപാട് കണ്ടു മറന്ന വർക്കുകളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ശിഖ. ഇന്നിപ്പം ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ നമുക്ക് അവരുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ കാണാം മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പലർക്കും അറിയില്ല എങ്ങനെ ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് വരാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എത്ര ഡിഫിക്കൽട്ടാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ ശിഖയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ശിഖയ്ക്ക് എന്താ നമുക്ക് പറഞ്ഞു തരാനല്ലേ? എനിക്ക് താങ്ക്ഫുള്ളി എൻ്റെ സ്റ്റാർട്ടിങ് കരിയറിൻ്റെ, അതായത് മോഡലിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഐ സെഡ് മിസ് കേരളയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നോക്കി ഫൈൻ ഞാൻ മിസ് കേരള ചെയ്തു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കാസ്റ്റിംഗ് ഒരു ധാത്രി ആഡിനായിരുന്നു. ഐ കുഡ് ഡു ഇറ്റ് വിത്ത് ജോമോൻ ചേട്ടൻ, ജിസ് ജോയ് ചേട്ടനായിരുന്നു ഡയറക്ടർ, ആൻഡ് മൈ കോ സ്റ്റാർ വാസ് ഈഷ തൽവാർ മാം. അപ്പം എൻ്റെ ഫസ്റ്റ് വാസ് ബാങ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ആയത്. അപ്പം ഞാൻ അങ്ങനെ ഫസ്റ്റ് തന്നെ എനിക്കൊരു ഈസി ഇതിൽ കൂടെ തന്നെ ഫസ്റ്റ് കോൾ, ഈസി അല്ല മിസ് കേരളക്ക് പോയിട്ട് അതിന് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് വന്നപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ കൈൻഡ് ഓഫ് ഈസി ആയിരിക്കുന്നു. പക്ഷേ നോ, ഞാൻ നല്ല തുടക്കം കിട്ടി. ഐ വാസ് ബ്ലെസ്ഡ് ടു ഹാവ് എ ഗുഡ് ബിഗിനിങ്. പക്ഷേ ജേർണി വാസ് നോട്ട് ഈസി. സി നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയതാണ്. നമുക്ക് ലൈക്ക് ഐ വാസ് ഓൾവേസ് സെയിങ്, നമുക്ക് ഗോഡ് ഫാദേഴ്സോ അല്ലെങ്കിൽ ഇതിനൊരു ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിൽ ആരും ഇല്ല. അപ്പം നമ്മൾ തന്നെ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്നതാണ്. ആൻഡ് ജസ്റ്റ് ബൈ പുട്ടിങ് അപ്പ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ജസ്റ്റ് ബൈ പുട്ടിങ് അപ്പ് നമ്മളെ സ്റ്റാറ്റസിൽ ഐ എം എ മോഡൽ എന്ന് പറയുന്നതിൽ ആക്ച്വൽ മോഡൽസ് അണ്ടർഗോ ചെയ്യുന്ന ഒരു ഹാർഡ്ഷിപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു റീൽ ചെയ്താലും അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ബീങ് എ മോഡൽ, അല്ലെങ്കിൽ ഫ്രം സ്ക്രാച്ച് ഈ ഒരു പോയിന്റ് വരെ എത്തിയ ഒരു മോഡലിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അതിപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറേ പേരുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്കെഡ്യൂളിനെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല. സോ ഐ ഹാഡ് എ സ്കെഡ്യൂൾ വെയർ ഞാൻ രാവിലെ എണീറ്റ് 4 മണിയാകുമ്പോൾ എണീറ്റിട്ട് ഐ ഗോ ടു ദി സെറ്റ്. ഒരു 5 മണിയാകുമ്പോൾ നമ്മളെ മേക്കപ്പ് സ്റ്റാർട്ടാവും. 5 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇത്രയും ഹീൽസിൽ നിന്ന് കുറേ ഔട്ട്ഫിറ്റ്സ് ഉണ്ടാവും. സി ഒരു 4, 5, 6 ഔട്ട്ഫിറ്റ്സ് ഉണ്ടാവും ചിലപ്പോൾ ഒരു ദിവസത്തെ ഷൂട്ടിൽ. ആ ഒരു ബ്രാൻഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ആ ഹീൽസിൽ രാവിലെ മുതൽ നിൽക്കുക. യു ഡോണ്ട് ഗെറ്റ് എ ചാൻസ് ടു റിമൂവ് വൺസ് ഇൻ എ വൈൽ വിൽ ഗെറ്റ്. ഞാനൊരു ഇനീഷ്യൽ ഫേസിൻ്റെ കാര്യം പറയണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത്രയും ഹീൽസിൽ നിന്ന് മേക്കപ്പ് രാവിലെ 4 മണിക്ക് 5 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ മേക്കപ്പ് പിന്നെ നമ്മൾ ഷൂട്ട് കഴിയുന്നത് ചിലപ്പോൾ രാത്രി 10 മണിക്കോ 12 മണിക്കോ ആയിരിക്കും. സോ നമ്മൾ ലെൻസ്, കോൺടാക്ട് ലെൻസൊക്കെ അതൊക്കെ എത്രയും മണിക്കൂർ മാത്രമേ ഇടാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ബ്ലഡ് വിഷൻ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്.
ഈ ഹീൽസിൽ നിന്നിട്ട്. ഓക്കെ, അപ്പം ഇത് രാവിലെ മുതൽ രാത്രി 12-1 മണി വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് 1 മണിക്ക് മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് ഞാൻ ട്രെയിൻ കയറാം ബൈ നെക്സ്റ്റ് വേറൊരു ഡിസ്ട്രിക്റ്റിൽ എനിക്ക് അടുത്ത ഷൂട്ട് പിറ്റേ ദിവസം. എന്നിട്ട് അവിടെ 5 മണിയാകുമ്പോൾ എൻ്റെ അടുത്ത ക്ലയൻറ്റ് അല്ലെങ്കിൽ 4 മണിയാകുമ്പോൾ അടുത്ത ക്ലയൻറ്റ് അവിടെ വന്ന് പിക്ക് ചെയ്തിട്ട് അടുത്ത സ്കെഡ്യൂൾ, അതായത് 5 മണിക്ക് ആ സെറ്റെത്തി 6 മണിക്ക് അടുത്ത മേക്കപ്പ് ഇട്ട് വീണ്ടും ഇത്. സോ ഇത് ഇങ്ങനൊരു റിപ്പീറ്റ് മോഡിൽ ഇയേഴ്സായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഹാർഡ്ഷിപ്പ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം വെൻ ഐ സീ മൈസെൽഫ് ഓൺ ദ ബിഗ് സ്ക്രീൻ അല്ലെങ്കിൽ വെൻ ഐ സീ മൈസെൽഫ് ഓൺ ഹോർഡിങ്സ് ഓഫ് ഫ്ലെക്സസ് ഐ ഫീൽ പ്രൗഡ്. ബിക്കോസ് ഞാൻ ഇന്ന് വന്ന് നാളത്തേക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് മോഡലിന് അങ്ങനെയല്ല, എന്നെപ്പോലെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്ത് കുറേ മോഡൽസ് ഉണ്ട്. സോ ഐ എം വെരി ഹാപ്പി വെൻ ഐ സീ മൈ ഫ്രണ്ട്സ് ഓൾസോ ഓൺ ഹോർഡിങ്സ് ബിക്കോസ് എനിക്കറിയാം അവരും ഇതേ ഒരു ഫേസ് കൂടെ ഗോ ത്രൂ ചെയ്താണ്. സോ സേയിങ് യുവർ എ model and actually being a model is way two different things. ഈ ഒരു ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് ടു ബാക്ക് ഷൂട്ട്സ് ഉണ്ടെങ്കിൽ അതിന് നല്ല ഹെൽത്ത് വൈസ് ആയാലും മെൻ്റലി എല്ലാം നമ്മൾ അത്രയും ഞാൻ there was a time when എനിക്ക് 3 days അടുപ്പിച്ച് ഷൂട്ട് ഉണ്ടായിട്ട് നമുക്ക് നോട്ട് നെസസറി നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഫ്ലൈറ്റിലോ എവിടെയാണെങ്കിലും 2 hours ഒക്കെ നമുക്ക് ഉറങ്ങാൻ ആ ഒരു 2 hours പോലും ചിലപ്പം കിട്ടൂല. ആൻഡ് യു നീഡ് ടു ലുക്ക് ഫ്രഷ്. കാരണം എവറി ക്ലയൻറ്റ് ഇസ് എ ന്യൂ ക്ലയൻറ്റ്. നമ്മൾ ഈ ഒരു ഷൂട്ട് ചെയ്ത കാര്യം അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മൾ ഫ്രഷ് ആയിരിക്കണം. സോ നമ്മൾ ഈ ഉറക്കമില്ലായ്മയോ നമ്മുടെ ഫുഡ് പാറ്റേൺ മാറിയതോ ഒന്നും നമുക്ക് അവരുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ല. യു നീഡ് ടു ബി എ പ്രൊഫഷണൽ, യു നീഡ് ടു ക്യാരി യുവർ സെൽഫ് ലൈക്ക് ദാറ്റ് അല്ലേ. അപ്പം ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ യുവർ സീയിങ് ഞാൻ റീലിട്ടിട്ട് ഞാൻ ഒരു മോഡലാന്ന് പറയുമ്പോൾ നമുക്ക് ഹേർട്ട് ആവും. ബിക്കോസ് ലൈക്ക് നമ്മൾ ഇങ്ങനെയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇറ്റ്സ് ഈസിയർ മേ ബി, ഐ ഡോണ്ട് നോ, ബട്ട് യാ this is how it works. സോഷ്യൽ മീഡിയ വന്നതോട് കൂടി ലൈക്ക് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തോട് കുറെ കൂടി ഈസി ആയിട്ട് ഈസി ഇൻ എ വേ നല്ലതായിരിക്കാം. ഇങ്ങനെ ഈസിയർ ആണ്, ആക്സസ് ഈസിയർ ആണ്. പക്ഷേ വെൻ യു സ്റ്റാർട്ട് കോളിങ് യുവർ സെൽഫ് എ മോഡൽ യു നീഡ് ടു നോ വാട്ട് ഈസ് മോഡലിംഗ് ഓർ അതെങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ, ആ ഒരു പ്രോസസ്സ് ഐ വുഡ് സേ. ആ ഒരു സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വി ആർ കോളിങ് ആ സെൽഫ് മോഡൽ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു മൂവി ചെയ്തപ്പം ഇവൻച്വലി അത് നമ്മൾ പറയില്ലേ ഫ്രൂട്ട് ബെയർ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. സോ യാ. ഓക്കെ, ഇനി അപ്കമിങ് ആയിട്ടുള്ള പ്രോജക്ട്സ് എന്തൊക്കെയാണ് ശിഖയ്ക്ക് വരാനിരിക്കുന്നത്? അന്യഭാഷയാണോ അതല്ലെങ്കിൽ മലയാളം തന്നെയാണോ? ഞാനിപ്പം 2 സ്റ്റോറീസ് കേൾക്കുന്നുണ്ട്. നോട്ട് കമ്മിറ്റഡ് യെറ്റ്. മലയാളം. ആൻഡ് from Telugu I'm hearing a story as well. So I don't know workout ആവോ ഇല്ലേന്ന് അറിയില്ല. ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നുള്ളൂ. നല്ല ക്യാരക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പൊട്ടൻഷ്യൽ കാണിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു നല്ല റോളാണെങ്കിൽ ഐ വിൽ ഗിവ് ഇറ്റ് എ ഷോട്ട്. ബട്ട് ആസ് ഓഫ് നൗ കേൾക്കുന്നുള്ളൂ. കമ്മിറ്റ് ആകുമ്പോൾ വിൽ അപ്ഡേറ്റ് ഫോർ ഷുവർ. കേൾക്കുന്ന പ്രൊജക്ട്സുകളെല്ലാം നല്ലതാവട്ടെ, കമ്മിറ്റ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. സോ മച്ച്. താങ്ക് യു.